ഹലോ ഗൈസ്, അപ്പോൾ RRB JEEക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുക. അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യേണ്ടത് rrbapply.gov.in. ഓക്കെ, rrbapply.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഇവിടെ മുകളിൽ തന്നെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2024 RRB വിളിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇനിയിപ്പോൾ അക്കൗണ്ട് ഒന്നും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുക. ഈ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ അവർ എഴുതി കാണിക്കും. അതായത് ALPയുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ പരീക്ഷ, സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, ഇങ്ങനെ RRB വിളിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ല ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ലോഗിൻ ഹിയർ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. യൂസർ നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും ആയിരിക്കും. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഒന്നാമത്തെ നമ്മുടെ കൺട്രി ഏതാണ്, ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ പേര് അത് 2 വട്ടം ടൈപ്പ് ചെയ്യണം. കറക്റ്റ് ആണെങ്കിൽ മാത്രം അവിടെ ഒരു ഗ്രീൻ കളർ ടിക്ക് വരും. പിന്നെ നിങ്ങൾ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് യെസ് ഓർ നോ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 2 വട്ടം ടൈപ്പ് ചെയ്യണം. ഡേറ്റ്, മന്ത്, ഇയർ, ആ ഒരു ഓർഡറിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫാദേഴ്സ് നെയിം, അത് നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വേണം ഫാദേഴ്സ് നെയിം ടൈപ്പ് ചെയ്യാൻ. അതിനുശേഷം മദേഴ്സ് നെയിം ടൈപ്പ് ചെയ്യുക. ഇതെല്ലാം 2 വട്ടം വെച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും, മീൻസ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ളത് ഞെക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ വെരിഫൈഡ് ആണെന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം. ഈ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഒറ്റ വട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. ഈ 2 ഇമെയിൽ അഡ്രസ്സിലേക്കാണെങ്കിലും മൊബൈൽ നമ്പറിലോട്ടാണെങ്കിലും OTP വരും. ജനറേറ്റ് ഇമെയിൽ OTP എന്നുള്ളത് അടിച്ചു കൊടുക്കണം ഇമെയിൽ അഡ്രസ്സ് അടിച്ചതിന് ശേഷം. എന്നിട്ട് ആ OTP റൈറ്റ് സൈഡിലുള്ള ആ കോളത്തിൽ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ മൊബൈൽ OTPയും ജനറേറ്റ് ചെയ്തതിന് ശേഷം അവിടെയും OTP അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ RRBൻ്റെ അക്കൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പാസ്വേഡിൽ അവർ പറയുന്നുണ്ട് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പേഴ്സും വേണം. ഓക്കെ, 2 വട്ടം പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഈ ഒരു ക്യാപ്ച കോഡ് ഉണ്ട്, അതും കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് RRBയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയതിന് ശേഷം വേണം ബാക്കി നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ബാക്കി RRB JEEക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ.